ഒരാൾ സ്ഥലത്തിന് പൈസ പിരിച്ചിക്കണ പറഞ്ഞാൽ ആ 3 ഏക്കർ ഓൽക്കനെ എഴുതി കൊടുക്കും. അത് നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല എൻ്റെ അഭിപ്രായത്തിൽ. തങ്ങളുടെ കാര്യത്തിൽ നല്ല കേട്ടോ, ആരെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നോമ്പുണ്ട് കേട്ടോ, നോമ്പുണ്ടോ പിന്നെ നോമ്പ് പിന്നെ പറഞ്ഞ കുഴപ്പമൊന്നും. ഇതൊക്കെ എന്താ പറയാ, ഫുഡ് റെഡിയാക്കി വെച്ച് കേട്ടോ. നമ്മൾ നോമ്പ് തുറക്കുള്ള ഫുഡ് തിരക്കിലാണ്. ഹലോ, ആരാ ഫുഡ് അസീസ്, അസീസ് ഖാന്റെ സ്പെഷ്യൽ ബിരിയാണിയാണ്. അപ്പോൾ ഇവർ ഫുഡ് ഉണ്ടാക്കിയത് ആയിരക്കണക്കിന് ആൾക്ക്. എവിടെ സ്ഥലം? കൊയിലാണ്ടിന്ന് വരുന്നത്. മാഷാ അല്ലാഹ്, പാവപ്പെട്ട എത്രയോ പെൺകുട്ടികളെ കല്യാണങ്ങള്. മാഷാ അല്ലാഹ്. അങ്ങനെ നോമ്പ് തുറക്ക് അവിടെ ഇരിക്കാൻ പോലും സ്ഥലം കിട്ടിയില്ല കേട്ടോ. നിങ്ങൾ കണ്ടില്ല, ഇനി നിന്നിട്ട് ജിൽഷാദ് നോമ്പ്. എനിക്ക് നിങ്ങളോട്, നിങ്ങളിപ്പോൾ കൂട്ടുകാരന്മാരാണില്ല അല്ലേ, നിങ്ങൾക്ക് നോമ്പ് റാഹത്തായ. അൽഹംദുലില്ലാ. ഇപ്പം നമ്മളെ കുറിച്ച് ഒരാൾ മോശമായി കമന്റ് ചെയ്ത് ഓന് റബ്ബ് ആയിക്കോട്ടെ, നമ്മളെ മേത്ത് തട്ടുന്നുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാ മണിക്കൂർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാമിദ് ആറ്റക്കോയത്തങ്ങളുടെ അവിടെയാണ്. ഞങ്ങൾ മുമ്പ് ഒരു 3 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ, 16 കുട്ടികളെ കെട്ടിക്കുന്നതിൻ്റെ ഒരു പരിപാടിയായിട്ട്. അതിൻ്റെ കല്യാണം ഈ മാസം 28-ാം തീയതി കേട്ടോ. അപ്പോൾ അന്ന് ഞങ്ങൾ പ്രത്യേകം ക്ഷണിച്ചിരിക്കുകയാണ്. ഒരു നോമ്പ് തുറ ഉണ്ട്, കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോമ്പ് തുറക്കാൻ വരണം എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ഞങ്ങൾ പറഞ്ഞാൽ പിന്നെ എവിടെ നോമ്പ് തുറ ഉണ്ടെങ്കിലും എത്തലുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ആ ഓക്കെ. അപ്പോൾ പിന്നെ അങ്ങനെ പിന്നെ കുറേ ആൾക്കാർ പറയണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ ബാക്കിൽ അങ്ങനെയാണ് കല്യാണം കഴിപ്പിക്കണത്, പൈസ അങ്ങനെയാണ്, പൈസ എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പൈസ ഇപ്പോൾ എന്താ പറയുക, കുറച്ച് പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടി വെച്ചാൽ കുറച്ച് പൈസ ഇങ്ങോട്ട് മേടിക്കേണ്ടെന്നല്ല അതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെയല്ല. നമ്മൾ 16 കുട്ടികൾ രക്ഷപ്പെടുന്നുണ്ടോ, ആ 16 കുട്ടികൾ രക്ഷപ്പെടുന്നുണ്ടോ എന്നാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത്. അതിൻ്റെ ബാക്കിൽ പൈസ എടുത്തുക്കണോ അല്ലെങ്കിൽ പൈസ വേറെ ഉണ്ടോ, പൈസ അതൊന്നും നമ്മൾ നോക്കണം. എന്തിനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ട ആവശ്യം എന്ത്? ആ 16 കുട്ടികൾ രക്ഷപ്പെട്ടോ, ബാക്കി ഞാൻ എന്തേലും എടുക്കുക, അത് പടച്ചോനും തങ്ങളും ആവും. എന്തേ നമ്മളെന്തിനൊക്കെ നോക്കണമെന്ന് ഞാൻ ആലോചിക്കണേ. നമ്മളാരെങ്കിലും ഇപ്പം അങ്ങനെ ചെയ്യുന്നുണ്ടോ? എന്നാൽ ഒരു കാര്യം ചെയ്യും, നമ്മൾ നാളെ മുതൽ ഇന്നൊരു 50 കുട്ടികളെ കെട്ടിക്കുന്നത്, അത് നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല എൻ്റെ അഭിപ്രായത്തിൽ. തങ്ങളുടെ കാര്യത്തിൽ നല്ല കേട്ടോ, ആരെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമുക്കൊക്കെ ഉള്ള വലിയൊരു പ്രശ്നമാണ് നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം എടുത്ത് പറയാ, പോസിറ്റീവ് കാര്യങ്ങളൊന്നും പറയില്ല. അതായത് ഉദാഹരണത്തിന് പള്ളി കയറിയത് ഇപ്പോൾ ആരും പറയില്ല, പക്ഷെ കള്ള് ഷാപ്പ് പോയി കഴിഞ്ഞാൽ എല്ലാവരും പറയും ഓനവിടെ കയറിയെന്ന് പറയും. അപ്പം അതൊന്നും നമ്മൾ നോക്കണ്ട. ഞാൻ അങ്ങനെ പറയല്ലോ കേട്ടോ, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുറച്ച് കമൻറ്റുകളൊക്കെ കണ്ടു. അപ്പോൾ ഈ 16 കുട്ടികളെ കെട്ടിക്കണ ഒരു കാര്യം വലിയൊരു സംഭവം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നത് ചിലപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ അത്രയും വലിയൊരു സംഭവങ്ങളാണ്. അതുപോലെ വീടുണ്ടായി കൊടുക്കുക, പാവങ്ങൾക്ക് വീടുണ്ടായി കൊടുക്കുക. ഇപ്പം അടുത്തൊരു പള്ളി 20 ലക്ഷത്തിന് എന്തോ കയറ്റി, അങ്ങനെ അതൊക്കെ വലിയ സംഭവമാണ്. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് ബാക്കി എൻ്റെ കാര്യം അത് പടച്ചോനും. ഇപ്പം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനും പടച്ചോനും ആയിക്കോളും. ഈ വെജാണെന്നുണ്ടെങ്കിൽ ഇച്ചും പഠിച്ചവനും ആവും. നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ നോക്കണം. എല്ലാ നെഗറ്റീവ് പോസിറ്റീവിൻ്റെ കാര്യമല്ല കേട്ടോ പറയണത്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ നോമ്പ് തുറയിലാണ്. അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ കയറും. ഈ വണ്ടികളൊക്കെ ചാവക്കാട് അവിടെ നിന്നൊക്കെ വന്ന ആൾക്കാരുണ്ട് വന്നിട്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇൻഷാ അല്ലാഹ് തങ്ങളവിടേക്ക് പോവുകയാണ്. ഒരു ഓഡിറ്റോറിയത്തിലായിട്ട് നോമ്പ് തുറ. അപ്പം ഇന്ന് നമ്മൾ അടിച്ച് മിന്നും. നോമ്പുണ്ട് കേട്ടോ. നോമ്പുണ്ടോ? പിന്നെ നോമ്പ് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തായാലും തങ്ങളവിടേക്ക് പോവാം. പിന്നെ അവിടുത്തെ ഇന്നത്തെ വീഡിയോ പിന്നെ എന്താ പേരെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി വ്ളോഗ് ആയതുകൊണ്ടാട്ടോ. ഡെയിലി ഇന്നത്തെ ദിവസത്തിലെ പ്രത്യേകത അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ എന്താണ് വ്ളോഗ് വെച്ചെങ്കിൽ അല്ലേ, അതാണ് നമ്മൾ ഇടുന്നത്. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണ്, അതാണ് വ്ളോഗ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെ ചിന്തിക്കഴിഞ്ഞ് നാളെ ചിലപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും വ്ളോഗാക്കാരും കല്യാണത്തിൻ്റെ അങ്ങനത്തെ ഓരോ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും. ഇന്നത്തെ എൻ്റെ ലൈഫ് എങ്ങനെയാണ് അത് ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളൂ കേട്ടോ. അപ്പം ഇനി കുറേ ആൾക്കാർ ഞാൻ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവും, ഇതെന്നെ മാത്രം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണമെന്നുള്ള ചോദിക്കണ്ട. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഗെയ്സ്, അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുക. ഇന്നത്തെ നോമ്പ് സ്പെഷ്യൽ എന്തൊക്കെ ഉണ്ടാവും, എങ്ങനെയൊക്കെ ഉണ്ടാവും, വിലക്ക് എത്ര കഴിക്കും എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് സെറ്റാക്കാം. ആരൊക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ അവിടുന്ന് വീഡിയോ ആണ്. അപ്പോൾ മക്കളെ, നമ്മളെ ഇന്നത്തെ നോമ്പുതുറ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്നിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ. എന്തായാലും ഇന്നത്തെ നോമ്പുതുറയുടെ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഇൻഷാ അല്ലാഹ്.
മാഷാ അല്ലാ മാഷാ അല്ലാ. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഫുഡ് റെഡിയാക്കി വെച്ചിട്ടാണ്. നമ്മൾ നോമ്പ് തുറക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ്. ഒരുപാടുണ്ട്. ഇതൊക്കെ ഫുഡ് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കട്ടെ. ഒക്കെ എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. ഹലോ, ആരാ ഫുഡ് ഉണ്ടാക്കി? എന്താ എത്ര ഫുഡ് ഉണ്ടാക്കിയാണ് ഇപ്പോൾ? ഫുഡ് 3 കിൻഡൽ അരി വെച്ചു. 3 കിൻഡൽ അരി വെച്ചിട്ടുണ്ട്. 3 കിൻഡൽ ഇറച്ചി. ആളെ മട്ടൻ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, അതിനുള്ള ഒഴിവ് കിട്ടിയിട്ടില്ല. ഫുള്ള് എന്ത് ബിരിയാണി? ബീഫ് ബിരിയാണിയാണ്. ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ പൊളിക്കും. എന്താണ് പത്തിരി ഉണ്ട്, ബീഫ് കറി ഉണ്ട്. അല്ലാത്തവർക്ക് പത്തിരിയും ബീഫ് കറി ഒക്കെ ഉണ്ട്. വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ പേര്? എൻ്റെ പേര് അസീസ്. അസീസ് ഖാൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ്. ഞാൻ ടേസ്റ്റ് വേണമെങ്കിൽ നോക്കാൻ, പക്ഷെ ഇപ്പോൾ നോമ്പായതുകൊണ്ടാണ് ഇപ്പോൾ ടേസ്റ്റ് നോക്കാൻ പറ്റാത്തത്. അവിടെ എല്ലാവരും സെറ്റായി കൊണ്ടിരിക്കുകയാണ്. എന്താണ് വിശേഷം? നല്ലത്. എല്ലാവരും നല്ല പണിയിലാണ്. യെസ്. എപ്പോൾ തുടങ്ങിയത് ആക്കി വെക്കൽ? 3 മണിക്കല്ലേ? 3 മണിക്ക് ആക്കലെടുത്തി കേട്ടോ. ഭയങ്കര ബഹളവും കാര്യങ്ങളും, ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഈ മാസത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വലിയൊരു നോമ്പ് തുറക്ക് വരുന്നത് കേട്ടോ. അതിനെന്തായാലും തങ്ങളോട് വലിയൊരു താങ്ക്സ് ഉണ്ട്. മാഷാ അല്ലാ. അപ്പോൾ ഒരു ഫുഡ് ഉണ്ടാക്കിയത് ആയിരക്കണക്കിന് ആൾക്കാർക്കുള്ള ഫുഡ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. കാര്യങ്ങൾ പുറത്തുള്ളവർക്ക് ആണുങ്ങൾക്കാ പുറത്തൊരു സീറ്റ് ഇട്ടിരിക്കണേ. പുറത്ത് പരിപാടി എന്താ വെച്ചാൽ കൈ കൊടുക്കണം, വേണ്ടവർക്ക് ഇരുന്ന് കൊണ്ടുപോയി കഴിക്കാം. അത് നല്ല നന്നായി. സഹായഹത്തവുമായി നിന്റെ അടുക്കിലേക്ക് ഞാൻ വരുമ്പോ നീ എനിക്ക് ഭക്ഷണം നൽകാതെ എന്നെ ആട്ടിയോടിച്ചല്ലേ. മറ്റു സഹായങ്ങൾ തേടിക്കൊണ്ട് നിന്റെ അടുക്കിലേക്ക് വന്നുകൊണ്ട് നീ എന്നെ പറഞ്ഞേ, നീയല്ലേ റാസിഖ്, നീയല്ലേ നമ്മുടെ യജമാനൻ, നീയാണല്ലോ ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവൻ, വസ്ത്രം നൽകുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെയൊക്കെ സമ്പത്ത് ഒരുമിച്ച് കൂടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എണ്ണി പറയേണ്ട ഒരുപാട് ആൾക്കാർ സ്റ്റേജിലുമുണ്ട്, മജ്‌ലിസിലുമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മഹത്തായിരിക്കുന്ന നോമ്പിന്റെ റമളാന്റെ ഫضل കൊണ്ട് എല്ലാവർക്കും റഹ്മത്തിനെയും റാഹത്തിനെയും ഹിദായത്തിനെയും തന്നുകൊണ്ട് ഈ ലോകത്തും അല്ലാഹു സന്തോഷം പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാനികളെ, ഭാഷണത്തിലേക്ക് വരുന്ന ദുആയിലേക്ക് വരികയാണ്. ഈ സമയത്തുള്ള ദുആ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആമീൻ പറയാൻ വേണ്ടി 10,000 കണക്കിന് അല്ലാഹു മലായികത്തുകളെ തീരുമാനിക്കപ്പെടുകയാണ്. ഈ സമയത്ത് നമ്മുടെ ദുആർക്കുമ്പോൾ നമ്മളോട് ആമീൻ പറയാനും ജീവിതത്തിൽ വന്നുപോയ സകലമായ തെറ്റുകൾക്ക് മാപ്പ് തന്ന് അല്ലാഹുവിന്റെ നിഅമത്ത് കൊണ്ട് നിറക്കപ്പെട്ട ജന്നാത്തുൽ ഫിർദൗസ് എത്താനുമുള്ള നമ്മുടെ അതിയായിരിക്കുന്ന ആശയം, നമ്മുടെ അതിനോടുള്ള ഈ ഇമ്പവും കമ്പവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായികത്തുകൾ ആമീൻ പറയാൻ പോവുകയാണ്. അങ്ങനത്തെ ഒരു സമയത്താണ് നമ്മളുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇത്രയും ദൂരത്തിൽ നിന്ന് വന്നതിന് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കേണ്ട സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്രയും കിലോമീറ്ററുകളൊക്കെ പോയി നോമ്പുകാരായി നിങ്ങൾ ഓടി വന്ന് ക്ഷീണിതരായി ഈ മജ്‌ലിസിൽ എത്തപ്പെട്ടെങ്കിൽ ആ മജ്‌ലിസ് സാധുവാകണമെങ്കിൽ നിങ്ങളുടെ അച്ചടക്കം നിർബന്ധമാണ്. അച്ചടക്കം നിർബന്ധമാണ്. നമ്മുടെ കൂടിയിരിക്കുന്ന ഒരു ഹോബിക്ക് വേണ്ടിയല്ല, നമ്മുടെ കൂടിയിരിക്കുന്ന 10 ആളെ അറിയിക്കാൻ വേണ്ടിയല്ല, നമ്മുടെ കൂടിയിരിക്കുന്ന ജന്നാത്തുൽ ഫിർദൗസിന് വേണ്ടിയാണ്. അള്ളാഹു ഉദ്ദേശം സഫലീകരിക്കുമാറാവട്ടെ. ഓക്കെ, നിങ്ങളെ പേരെന്തായിരുന്നു? എൻ്റെ പേര് ഹംസ. നിങ്ങൾ ഇവിടെ തന്നെയാണോ? ഞാൻ പെരുന്തവണ്ണ അല്ലേ?
എങ്ങനെയാണ് നമ്മൾ നോമ്പ് തുറനെ പറ്റി എന്താ പറയുക? നോമ്പ് തുറ ഇപ്പോൾ അടിപൊളിയല്ലേ, എല്ലാവർക്കും ഭക്ഷണം കിട്ടി, എല്ലാവരും വരുന്നു, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഒരുപാട് ആൾ വന്നുകൊണ്ടിരിക്കും, പല സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക? നല്ല അഭിപ്രായമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ 3ാമത്തെ 4ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. 2-3 മജ്‌ലിസിന് വന്നു. അൽഹംദുലില്ലാ ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ സൗകര്യം ഇപ്പം അതിൻ്റെ മുകളിലും താഴെ എല്ലാ ആളുകളല്ലേ, ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഓക്കെ, എന്തായാലും നോമ്പ് തുറക്ക് അടിപൊളിയാവട്ടെ. എവിടെ സ്ഥലം എവിടെ? കൊയിലാണ്ടിന്ന് വരുന്നത്. മാഷാ അല്ലാ. ഇങ്ങനത്തെ ഒരു നോമ്പ് തുറ ഈ മാസം ആദ്യമായിട്ടാണ്? അല്ല, ഇവിടെ ആദ്യമായിട്ടാണ്. അതല്ല വലിയ നോമ്പറ വേറെ എവിടെയും പോയിട്ടുണ്ടോന്ന് ഞാൻ ഈ മാസം അതല്ല പൊതുവെ അങ്ങനെയാണല്ലോ. എന്താണ് പറയാനുള്ളത്? ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അല്ലേ? അല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ നോമ്പ് പറയുന്നത്. നിങ്ങള് ആദ്യമായിട്ടാണ് കൊയിലാണ്ടിന്ന് വരുന്നില്ലേ? മാഷാ വീട് എവിടെയാ? മലപ്പുറം പെരിന്തൽമണ്ണ അമ്മിനിക്കാട് അല്ലേ? ഇത് ആദ്യമായിട്ടാണ് ഇവിടെ നോമ്പ്? അല്ല 2 വട്ടം വന്നു. 2 വട്ടം വന്നോ? മാഷാ. കഴിഞ്ഞ പ്രാവശ്യം വന്നു, ഇപ്പോഴും വന്നു. ആണോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിങ്ങളെ പേരെന്താ പറയുക? എൻ്റെ പേര് ലത്തീഫ് എന്നാണ്. സ്ഥലം? നാട്ടുകാരൻ തന്നെയാണ്. എങ്ങനെയുണ്ട് നോമ്പ് തുറനെ കുറിച്ച് എന്താ പറയുക? നോമ്പ് തുറനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു പ്രവർത്തനം തങ്ങളുണ്ടല്ലോ ഇവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ഓരോ സഹായങ്ങൾ, പാവപ്പെട്ട എത്രയോ പെൺകുട്ടികളെ കല്യാണങ്ങൾ, വീടിന് വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് സഹായങ്ങൾ. ഇതിന് നമ്മളൊക്കെ എന്തെങ്കിലും വിഷയം പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൂപ്പരടുത്തേക്കാണ് വരിക. അതൊക്കെ വളരെ ഇതായിട്ട് പഠിച്ചുകൊണ്ട് കുതിരത്തുകൊണ്ട് നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ റാത്താനുണ്ട്, എല്ലാ കാര്യങ്ങളും റാത്താനുണ്ട്. നമ്മൾക്ക് മനസ്സിനും പ്രയാസത്തിനും കുടുംബത്തിനും എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ഇവിടെ വന്നാൽ മതി. അപ്പം നമുക്ക് അതിനൊരു റാത്താണ്. ആളുകളെ ഇതിനെ എതിർക്കാൻ ഒരുപാട് പേരുണ്ട്. എതിർക്കാനും പോലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും ഒരു മുട്ടായി കൂടി വാങ്ങിക്കൊടുക്കാത്ത ആൾക്കാരെക്കാരും, മനസ്സിലായില്ലേ? പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവിടെ ഇനി വലിയൊരു ഇത് വരുന്നുണ്ട്. പള്ളി എന്താ വരുന്നത്? പള്ളിയല്ല, നമ്മളെ ഈ അനാഥര് ആയിട്ടുള്ള വയസ്സായ ആളുകൾക്കുള്ള വേണ്ടിയിട്ട് നമുക്ക് ഈ വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നും ഇല്ല, ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ. മനസ്സിലായി? മാഷാ അല്ലാ. അങ്ങനെ നോമ്പ് തുറക്ക് അവിടെ ഇരിക്കാൻ പോലും സ്ഥലം കിട്ടിയില്ല കേട്ടോ. നിങ്ങൾ കണ്ടില്ല, ഇനി നിന്നിട്ട് ജിൽഷാ നോമ്പ് തുറന്ന് പറയണ്ട, അവിടെ കസേരയില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിന്ന് നോമ്പ് തുറന്നത്. എന്തായാലും ഉസ്താദേ അവിടെ എത്തിയിട്ടില്ല. നിങ്ങൾ കണ്ടില്ലേ? ഞാൻ അവിടെ വെപ്പാരോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എത്ര വെച്ചു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാ, ഒരുപാട് സന്തോഷം. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ മാസത്തിലെ ഏറ്റവും വലിയ നോമ്പ് തുറ എനിക്ക് കിട്ടിയത് ഇവിടുത്തെ കേട്ടോ, അല്ലേ? നമുക്കൊക്കെ തന്നെ കിട്ടിയത് ഈ കാരണം ഞങ്ങൾ വിചാരിച്ചപ്പോൾ എന്താ വിചാരിച്ചു, ഞങ്ങൾ അന്ന് പറഞ്ഞല്ലോ ഒരുപാട് ആൾക്കാരുണ്ടാവുന്ന കുറഞ്ഞ് ഞാൻ വിചാരിച്ചിട്ടില്ല എത്ര ആൾക്കാർ വരുന്നു. മാഷാ അല്ലാ, എന്തായാലും ഒരുപാട്. അല്ല, ശരിക്കും ഇപ്പം ഇങ്ങനെ ഒരു നോമ്പ് തുറക്ക് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ? ഇതൊക്കെ എൻ്റെ നൂറ് ഹബീബിൻ്റെ മുത്തുമണികൾക്ക് എല്ലാവർക്കും ഞാൻ ഓല് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതിൽ 10 മടങ്ങ് ഞാൻ ഓല് സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഓലിക്ക് ഇന്ന ഈ നിലയിലാക്കിയത് ഓലാണ്. ഓലിക്കൊരു നേരത്തെ ഭക്ഷണം കൊടുത്ത് സന്തോഷം, അതിൻ്റെ കടമയാണ്. എൻ്റെ അമ്മയാണ്, എൻ്റെ വാപ്പ, എൻ്റെ പെങ്ങന്മാർ, എൻ്റെ അനുജത്തിമാർ, ഓലൊക്കെ ഒരുമിച്ച് ഇങ്ങനെ അത് സന്തോഷമല്ലേ? നിങ്ങൾ കണ്ടില്ലേ? അതെൻ്റെ ജീവിതത്തിൽ ഉള്ള എനിക്ക് തന്ന ഏറ്റവും നിയമത്താണ്. കുറേ ഇപ്പം എന്നൊക്കെ നല്ല ചിലവാണ്. അതൊന്നും എനിക്കെന്തില്ല, എൻ്റെ വിഷയമല്ല. എനിക്ക് ഓലെ ഒരുമിച്ച് കൂടും, അത്ര ഒരു ഇപ്പം ഇനിയിപ്പോൾ തൗബൻ്റെ മജ്‌ലിസ് തുടങ്ങാൻ ഏകദേശം 10-15,000 ആളുകൾ കുറേ മുതലുണ്ടാക്കിയിട്ടുണ്ട്. എന്താ കാര്യം? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഉസ്താദ് അന്ന് വന്നപ്പോഴാണ് ഉസ്താദ് പറയണത് നോമ്പ് തുറണ്ട് ജിൽഷാദെ വരണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും വരും. പിന്നെ നോമ്പ് തുറ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി എവിടെ നോമ്പ് തുറണ്ടെങ്കിൽ ഞാൻ എത്തും. പക്ഷേ ഇതുപോലെ നോമ്പ് തുറ ആദ്യമായിട്ട് കേട്ടോ. മാഷാ അല്ലാ. അപ്പോൾ എന്തായാലും ഹാമിദ് കോയാറ്റ് തുമ്മയുടെ ഒപ്പം ഇരിക്കൊണ്ട് എന്ത് ഇപ്പോൾ നമ്മളെ BSK ഇപ്പം നമ്മൾ ഞാൻ എന്ത് പരിപാടി ഇപ്പം ഇന്നൊരു പെണ്ണുങ്ങൾക്കുള്ള നിസ്കരിക്കാനുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇത് നമ്മളെ BSK തങ്ങളാണ്, സമസ്തൻ്റെ തരപ്പെട്ടൊരു
ഉസ്താദ് മുപ്പര് മദ്രസ എന്ന് പിന്നെ കാണാൻ വന്നത്. ആ എന്ത് വിഷമമുണ്ടെങ്കിലും ഡേറ്റ് വരും. അപ്പൊ ഇന്ന് വന്നത് എന്ത് ഉദ്ദേശത്തോടെയാണ്? മദ്രസക്ക് സ്ഥലം എടുത്തിട്ടുണ്ട്, നാട്ടിലെ മദ്രസക്ക് സ്ഥലം എടുത്തിട്ടുണ്ട്, എടവണപ്പാറ പാഞ്ചേരി. അപ്പൊ ഞാൻ 50,000 റുപ്യ ഇതിന്റെ അവസ്ഥ കല്യാണതൊക്കെ ആയിട്ട് കുറച്ച് എന്നാലും ഓലൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇതുപോലൊക്കെ എന്റെ ഇത്ര ദൂരത്തുനിന്ന് വരിക ഒരൊന്നും ഞാൻ മുടക്കില്ല, ഞാൻ കൊടുക്കും. 16 കല്യാണമാണല്ലോ ഈ 28. ആ ടൈറ്റാണ്. പക്ഷെ ഒരു മദ്രസന്റെ വിഷയമാണ്. നമ്മളിപ്പോ നമ്മളടുത്ത് വന്ന 2 ലക്ഷം എന്നോട് ചോദിച്ചു. എല്ലാവരും മൂപ്പർക്കറിയാം. അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്താ പറയുക, നമ്മളെ ഡെയിലി വ്ളോഗിലൊക്കെ എങ്ങനെ ഓരോ ഡെയിലിത്തെ ഓരോ കാര്യങ്ങളും ഇന്ന് ഹാമിദ് ആറ്റുപോയ തങ്ങളുടെ കൂടെ നോമ്പ് തുറങ്ങൾക്ക് കാണാൻ പറ്റി. എല്ലാവരോടും എനിക്ക് പറയാനുള്ള എന്താ പറയുക, നന്മകൾ ആരും കാണൂല. അത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. നന്മകളെ ഇപ്പം ഇതിൻ്റെ നാടാണ്. ഈ നാട്ടിൽ ഇത്രത്തോളം ആളുകൾ വരും. എൻ്റെ നാട്ടിൽ ഒരുപാടുണ്ട്. അതൊക്കെ അറിയാത്തവരാണ് വിമർശിക്കുന്നത്. എൻ്റെ അടുത്ത് വന്ന് ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ ആരും എന്നെ വിമർശിക്കില്ല. പിന്നെ വിമർശിച്ചാൽ എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. ഒരാളെ തകർക്കണത് അല്ല എന്നെ വിചാരിക്കണം. അപ്പം ഇൻഷാ അല്ലാഹ് നിങ്ങൾ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എനിക്ക് എന്നോട് പറയാനുള്ള എന്താ വെച്ചാൽ, ഇപ്പം നീ എന്നെ കണ്ടില്ലേ, പരിചയപ്പെട്ടില്ലേ, ഇതിപ്പോൾ പൈസ ഉണ്ടാക്കാനുള്ള ഏർപ്പാടല്ലല്ലോ. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ എത്ര നമ്മൾ നന്മ ചെയ്താലും ചില ആളുകളെ മുമ്പിൽ നമ്മളെന്നും കുറ്റക്കാരൻ തന്നെയാണ്. അതിലൊന്നും എനിക്കെന്തില്ല വിഷമോ പ്രയാസം. എന്നെ സ്നേഹിക്കുന്ന ആളുകൾ അന്നും എൻ്റെ കൂടെ ഉണ്ട്, ഇന്നും എൻ്റെ കൂടെ ഉണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഓർക്ക് അള്ളാഹു ഒരുപാട് നിഅമത്ത് അള്ളാഹു കൊടുക്കട്ടെ. ഞാൻ അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ ഓല സന്തോഷമാണ്. അതുകൊണ്ട് നിങ്ങൾ വന്നതിലും നോമ്പ് തുറയിൽ പങ്കെടുത്തതിലും ഞാനുമായിട്ട് സംസാരിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷം. എനിക്ക് നിങ്ങളോട്, നിങ്ങളിപ്പോൾ കൂട്ടുകാരന്മാരാണല്ലോ അല്ലേ? പക്ഷേ നിങ്ങൾക്ക് നോമ്പ് റാഹത്തായ പിന്നെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണം കേട്ടോ. പിന്നെ ഇൻഷാ അല്ലാഹ് എനിക്ക് നിങ്ങളോട് പറയേണ്ട സന്ദേശങ്ങൾ ഇത് തന്നെയാണ്. നമ്മൾ നന്മ അവിടെ കാണുന്നുണ്ടോ അവിടെ നിങ്ങൾ ഓടിയെത്തണം. സമസ്തൻ്റെ നേതാക്കന്മാരാണ് ഇപ്പം നമ്മളെ ഇമ്പിച്ചിക്കോയത്തങ്ങൾ, റസാഖ് ഫൈസി, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബഹുമാനപ്പെട്ട പിന്നെ BSK തങ്ങൾ, അങ്ങനെ എല്ലാവരും നമ്മളുമായിട്ട് ബന്ധങ്ങളുണ്ട്. എല്ലാവരും ഇൻഷാ അല്ലാഹ്. ഇപ്പം നമ്മളെക്കുറിച്ച് ഒരാൾ മോശമായി കമൻറ്റ് ചെയ്ത് ഓന് റബ്ബ് ആയിക്കോട്ടെ, നമ്മളെ മേത്ത് തട്ടുന്നുണ്ടോ? തട്ടുന്നില്ല. അപ്പം അതിലൊന്നും ഇപ്പം എനിക്കെതിരെ ഞാനൊരു റമളാനിൽ കരഞ്ഞ മനുഷ്യനാണ്. ഇപ്പം ഞാൻ ആ കരഞ്ഞതിനേക്കാൾ കൂടുതൽ സന്തോഷിക്കുക. 3 ഏക്കർ സ്ഥലം വാങ്ങിക്കണല്ലോ, അത് ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക്. അതിൽ നിന്ന് 3 സെന്റ് കൊടുക്കുക എല്ലാ പാവങ്ങൾക്കും. വീടില്ലാത്തവരുണ്ടല്ലോ, സ്ഥലം വാങ്ങാൻ കഴിയാത്തവരുണ്ടല്ലോ, എത്തിമക്കളുണ്ടല്ലോ, ഒരു 3 സെന്റ് സ്ഥലം കൊടുക്കുക. കഴിച്ചിലാകട്ടെ. നമുക്ക് എന്തിനാ മുതൽ? 3 ഏക്കർ സ്ഥലത്തിന് ഞാൻ എവിടെയും പോയി പിരിച്ചിട്ടില്ല. ഒരാൾക്ക് തൊഴിൽ അതൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്ന ബാലൻസ്, പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസ. ഒരു മഹലൂക്കിൻ്റെ ഞാൻ ഒരാൾ സ്ഥലത്തിന് പൈസ പിരിച്ചിക്കണ പറഞ്ഞാൽ ആ 3 ഏക്കർ ഒളിക്കണ എഴുതി കൊടുക്കും. ഒരാൾ ഒരു മുതലാളി, ഒരു ഉദാഹരണം പറയാം, വലിയൊരു മുതലാളി, ഒരുപാട് സമ്പത്തുണ്ട്, പക്ഷെ എത്തിയ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് റസൂല് പറയാണ്, അവന് കടലിൽ മരിക്കുന്ന സമയത്ത് കടലിലെ വെള്ളം കുടിച്ചാലും ദാഹം തീരൂല എന്നാണ്. നമുക്കല്ല മുതൽ തരുന്നുണ്ട്, നമ്മൾ അതിനേക്കാൾ കൂടുതൽ അതുണ്ട് ചെലവഴിക്കുന്നുണ്ട്. പിന്നെ കുറ്റപ്പെടുത്തുന്നവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എന്ത് അതൊരു മാറ്റം ഇല്ല. അള്ളാഹു എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. ഒരുപാട് ആളുകൾ മുത്തുമണികൾ നോമ്പ് തുറക്കാൻ വന്നിട്ടുണ്ട്. അള്ളാഹുവർക്കൊക്കെ അർഹമായ ഫതിൽ അള്ളാഹു നൽകട്ടെ എന്ന് ഞാൻ. ഓക്കെ, അസ്സലാമു അലൈക്കും.